നാലാമത്തെ മത്സരമാണ്. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരവസരം നൽകണമെന്നാണ്. അപ്പം നിന്ന് അവരുടെ കണ്ണീരൊപ്പുവാൻ, അതാണ് എം ലിജു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ എനിക്കൊരവസരം നൽകുന്നു. നോക്കൂ, ഇപ്പോൾ നമ്മൾ കണ്ടത് എം ലിജു എന്ന കോൺഗ്രസ് നേതാവ് ഇലക്ഷൻ കാലത്ത് പ്രചരണ കാലഘട്ടത്തിലെ ഒരു പൊതുയോഗത്തിൽ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ച് കരയുന്ന ഭാഗമാണ്. 3 തവണ ഞാൻ മത്സരിച്ചിട്ട് എന്നെ തോൽപ്പിച്ചതാണ് നിങ്ങൾ. ഈ 4ാം വട്ടം നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ജയിപ്പിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് കണ്ടത്. ഈ നിമിഷത്തിലും, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷത്തിലും മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. 102 പേരെ UDF വേണ്ടി വിജയിപ്പിച്ചു കൊടുത്ത കേരളത്തിൻ്റെ മുഖത്ത് നോക്കി 10ാം ദിവസം കഴിഞ്ഞിട്ടും ഈ നിമിഷം വരെയും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് 5:30യോടുകൂടി അത് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരാൾ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആരെങ്കിലും ഒക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ ആ കോൺഗ്രസിലെ ഓരോ മനുഷ്യരോടും നേതാക്കളോടും ഈ ഹൈക്കമാൻഡ് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി വോട്ട് ചെയ്ത വോട്ടർമാരെ നേരിട്ട് ഡൽഹിക്ക് വിളിപ്പിച്ച് ആരെ ആക്കണം എന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ബാക്കിയുള്ളൂ. ഘടകകക്ഷികളോടൊക്കെ ചോദിച്ചു, എന്നിട്ടും അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. അത്രത്തോളം പരിതാപകരമായി ഇത് ഈ ഇലക്ഷൻ കാലത്തെ ഇടതുപക്ഷം പറഞ്ഞതാണ്. നിങ്ങൾ UDF ജയിപ്പിച്ചാൽ ഇതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് അവർ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ കാര്യം സത്യമായിട്ട് വന്നു. ഇനി പലതും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ 5 കൊല്ലം കേരളം കാണാൻ പോവുകയാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. UDF അങ്ങനെ ഒരു ചരിത്രമുണ്ട്, കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് നമുക്കറിയാം. ഇവർ തല്ലിപ്പിരിയും. അങ്ങനെ കേരളം വീണ്ടും 10ഓ 15ഓ വർഷത്തേക്ക് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, ഒരു സംശയവുമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ അറിയോ, അതിനൊരു കാരണമുണ്ട്. എം ലിജു കരഞ്ഞ് അപേക്ഷിക്കുന്ന ഈ മനുഷ്യൻ അധികാരത്തിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല കേട്ടോ, എന്താണ് ഇവർ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല കേട്ടോ. 5 ഗ്യാരണ്ടികൾ ഈ കേരളത്തിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇവർ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെ മാത്രം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറി. പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണ്, അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഏകാധിപതിയാണെന്നൊക്കെ കേരളത്തിനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവർ അധികാരം പിടിച്ചെടുത്തതാണെന്ന് നമുക്കറിയാം. 10 വർഷം LDF ഭരിച്ചില്ലേ, ഇനി ഒരു ചെറിയ മാറ്റം ആവശ്യമുണ്ടെന്ന് കേരള ജനതയും ആഗ്രഹിച്ചു കാണും. കാരണം തുടർന്നൊരു 10 കൊല്ലം ഒരേ മുന്നണി അല്ലെങ്കിൽ ഒരേ മുഖ്യമന്ത്രി ഭരിച്ച് വീണ്ടും ഒരു 5 വർഷം ഒരേ ആൾ തന്നെ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് ഗുണകരമാവില്ല എന്ന് ജനങ്ങൾ എന്തോ കാരണം കൊണ്ട് വെറുതെ ഒരു മാറ്റം എന്ന് വിചാരിച്ചുകൊണ്ട് ചിലർ പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനാണ്, അവർ ഇനിയും 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ നാശായി പോവും, അവരെ അതപ്പതിച്ചു പോകും, പിന്നെ അതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ അത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവർ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വഴി തന്നെ ഈ 10 ദിവസം കൊണ്ട് ഏറെക്കുറെ ജനങ്ങളുടെ എല്ലാ വെറുപ്പും സമ്പാദിച്ചു കഴിഞ്ഞു. അവർക്ക് വോട്ട് ചെയ്ത മനുഷ്യരെ വെറുപ്പിച്ചു കഴിഞ്ഞു. അവരുടെ നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നു. പല നേതാക്കളും പറയുന്നത് വീട്ടിൽ അവരുടെ അമ്മമാരും പെങ്ങന്മാരും പോലും മുഖ്യമന്ത്രി ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനും വീട്ടിൽ കയറാനും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലെത്തി എന്നാണ് പറയണത്. ലിജു എന്ന നേതാവിനെ ഈ സങ്കടക്കണ്ണീരൊക്കെ കണ്ട് അവിടുത്തെ ജനം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാലം കിടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ ഈ വരാൻ പോകുന്ന UDF സർക്കാർ ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത്. ഈ ലിജുവിൻ്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് സമ്പൂർണ്ണമായി മനസ്സിലാകും. നമ്മുടെ പ്രേക്ഷകർ ഇത് കേട്ടിട്ട് കമന്റ് ബോക്സിൽ ഇടൂട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇത് ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിന് ശേഷവും കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒരു പൊടി കടങ്ങണം, ഇതിനെല്ലാം ഒരു പൊടി കടങ്ങണം. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക്
അവരാരും തന്നെ കോൺഗ്രസ് പാർട്ടിയിലില്ലെങ്കിലും ഞങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ കാണും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. കാരണം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇനി കിട്ടാതിരിക്കില്ല. കാരണം UDF അതിൻ്റെ ഭരണചക്രം ഈ അടുത്ത ആഴ്ചയോടുകൂടിയെങ്കിലും ഒരു സത്യപ്രതിജ്ഞ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെല്ലാം വിചാരിക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാം ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു.